ഇന്നത്തെ അലങ്കാരത്തിൽ നമുക്ക് ചതുരസ്രജാതി രൂപകതാളം പഠിക്കാം. ചതുരസ്രജാതി രൂപകതാളത്തിൻ്റെ ചിഹ്നം ദ്രുതം ലഘു ആണ്. ഇത് എളുപ്പം പാടാൻ പറ്റുന്ന ഒരു അലങ്കാരമാണ്. ദ്രുതം ലഘു ആകുമ്പോൾ ദ്രുതം 2, ചതുരസ്രം 4. ദ്രുതത്തിൻ്റെ 2ഉം ചതുരസ്രത്തിൻ്റെ 4ഉം കൂടെ ചേർന്ന് 4ഉം 2ഉം 6 അക്ഷരമാണ് ചതുരസ്രജാതി രൂപകതാളത്തിൽ വരുന്നത്. താളം ഒന്ന് ഇട്ട് കാണിക്കാം. 1, 2, 3, 4, 5, 6. ആദ്യം അടി വീശ്, പിന്നെ അടിച്ച് 4 പ്രാവശ്യം വെള്ളെണ്ണുക. 1, 2. ദ്രുതത്തിൻ്റെ അടി വീശ്, പിന്നെ ലഘുവിൻ്റെ 4 പ്രാവശ്യം. 1, 2, 3, 4, 5, 6. ആദ്യം അടി വീശാണ് വരുന്നത്, പിന്നീട് വിരലെണ്ണുക. അങ്ങനെയാണ് ചതുരസ്രജാതി രൂപകതാളം പാടുന്നത്. നമുക്ക് അതിൻ്റെ 1ാം കാലം മുതൽ പാടി നോക്കാം. സാ രേ സാ രേ ഗാ മാ രേ ഗാ രേ ഗാ മാ പാ ഗാ മാ ഗാ മാ പാ ധാ മാ പാ മാ പാ ധ നീ പാ ധ പാ ധ നീ സാ സാ നീ സാ നീ ധ പാ നീ ധ നീ ധ പാ മ ധ പ ധ പ മ ഗ പ മ പ മ ഗ രേ മ ഗ മ ഗ രേ സ. പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഒരു അലങ്കാരമാണ്. ഇനി ഇതിൻ്റെ 2ാം കാലം പാടി നോക്കാം. സാ രേ ഗ മ രേ ഗ രേ ഗ മ പ ഗ മ ഗ മ പ ധ മ പ മ പ ധ നീ പ ധ പ ധ നീ സ സാ നീ സാ നീ ധ പ നീ ധ നീ ധ പ മ ധ പ ധ പ മ ഗ പ മ പ മ ഗ രേ മ ഗ മ ഗ രേ സ. അടുത്തതായിട്ട് ഇതിൻ്റെ 3ാം കാലം പാടി നോക്കാം. സാ രേ ഗ മ രേ ഗ രേ ഗ മ പ ഗ മ ഗ മ പ ധ മ പ മ പ ധ നീ പ ധ പ ധ നീ സ സാ നീ സാ നീ ധ പ നീ ധ നീ ധ പ മ ധ പ ധ പ മ ഗ പ മ പ മ ഗ രേ മ ഗ മ ഗ രേ സ. അടുത്തതായിട്ട് ഈ വരിസയുടെ 4ാം കാലം പാടി നോക്കാം. സരി സരി ഗ മ രി ഗ രി ഗ മ പ ഗ മ ഗ മ പ ധ മ പ മ പ ധ നി പ ധ നി സ സാ നി ധ പ നി ധ നി ധ പ മ ധ പ മ ഗ പ മ ഗ രേ മ ഗ രേ സ. പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഒരു അലങ്കാരമായതുകൊണ്ട്
നാലാം കാലത്തിൻ്റെ അകാര